ഞാൻ കഥ കേൾക്കുന്നത് വളരെ കുറവാണ്. തിരക്കഥ ജസ്റ്റ് ഒരു കഥയെ കേൾക്കാറുള്ളൂ. അപ്പൊ അത് വെച്ചുകൊണ്ട് ചേച്ചി പറഞ്ഞത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ. പക്ഷെ അജുവിനെ പറ്റി പൊതുവെ കേൾക്കുന്നതെന്ന് പുതിയ ലേറ്റസ്റ്റ് കണ്ടന്റ് അപ്ഡേറ്റ് ആയിട്ട് എടുക്കാൻ അജു ഭയങ്കര മിടുക്കനാണ്. ഞാൻ അങ്ങനെ ഉള്ള ആൾക്കാരെ വിശ്വസിക്കും, ഞാൻ അവരെ വിശ്വസിക്കും. ഞാൻ എൻ്റെ റോള് മാത്രമേ പ്രോപ്പർലി ചോദിച്ച് മനസ്സിലാക്കാറുള്ളൂ. മറ്റേത് അവരിൽ ഞാൻ ഒരു ട്രസ്റ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അല്ല ഇപ്പോൾ ഒരു ഫിലിം ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു സ്റ്റോറി കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോറിയുടെ കണ്ടന്റ് കിട്ടുകയാണെങ്കിൽ അജുനോട് ചോദിച്ചാൽ ഒരു അപ്ഡേറ്റഡ് കണ്ടന്റ് കിട്ടും. ഈവൻ അത് AI ആയാൽ പോലും അതിനെ ഒരു എന്താ പറയുക, നമുക്ക് കൊമേഴ്ഷ്യൽ ആക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഫിലിമിലേക്ക് നല്ലതെന്ന് ചിന്തിക്കുന്ന അജുവിന് ഭയങ്കര. അങ്ങനെയല്ല, നമുക്ക് തോന്നുന്നു നമ്മളുടെ ചുറ്റുമുള്ള ഇപ്പോൾ സുഹൃത്തുക്കൾ, ഇപ്പോൾ വിശാഖ്, ഇപ്പം അരുൺ ചന്തു അല്ലെങ്കിൽ ബേസിൽ, വിപിൻ, മിഥുൻ, വിനീതും ധ്യാനും ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഓൾറെഡി അപ്പം ഇവരുടെ അടുത്തൊക്കെ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലേണിംഗ് അതേ ഉള്ളൂ. ഓക്കെ, എപ്പോഴും വിശാഖിന് ഇവരുടെ കൂടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഇഷ്ടം, അതോ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യണമെന്നോ അങ്ങനെ വല്ലതും? ഇല്ല, ഇത് ചേച്ചി ഇപ്പം ഭയങ്കര കംഫർട്ട് സോൺ ഉണ്ട്, പിന്നെ ട്രസ്റ്റ് ഭയങ്കരമായിട്ട് ഇപ്പോൾ ഉണ്ട്. ഇപ്പം വിനീതായിട്ട് ഇപ്പം 3 ഫിലിംസ് ഡയറക്ഷൻ ഞാൻ ചെയ്തായിരുന്നു, ഇപ്പം ധ്യാൻ്റെ കൂടെ ചെയ്തു. ഇനിയും അവരുടെ പടങ്ങളാണ് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യണത് മൊത്തത്തിൽ. അതാകുമ്പം മോർ കംഫർട്ട് ഓൾസോ, പിന്നെ ട്രസ്റ്റ് ഫാക്ടർ ഉണ്ട്. നമ്മളെ പറ്റിക്കത്തില്ല, അവർക്കും തിരിച്ച് അതേപോലെ ഉണ്ട്. പിന്നെ സിനിമ അറിയാലോ, ഒരു ഹസ്ബൻഡ് വൈഫ് പോലെ ഒന്ന് രണ്ടുപേരും ഡയറക്ടർ പ്രൊഡ്യൂസർ നിന്നില്ലെങ്കിൽ ഈ സ്കെയിലിന്റെ വലിയൊരു പടം കൂടെ ആണെങ്കിൽ എവിടെ വേണമെങ്കിലും പോയി നിൽക്കും ബഡ്ജറ്റ്. ഒരിക്കലും ഒരു സിനിമയുടെ ബഡ്ജറ്റ് നമുക്ക് തുടങ്ങുന്നതിന് മുന്നേ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്ന ബഡ്ജറ്റിൽ തീരുന്ന എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും ഇല്ല. നമ്മളിപ്പോ ഇത്ര 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 ഡോട്ട് എല്ലാ ബഡ്ജറ്റും ഇട്ടു പ്രീ പ്രൊഡക്ഷൻ ചെയ്തു. എനിക്ക് ഉറപ്പുണ്ട് ഒരു സിനിമയുടെ ബഡ്ജറ്റ് ആ ബഡ്ജറ്റ്. പക്ഷെ വിനീത് നമ്പർ ഓഫ് ഡേയ്സ് ഉള്ള പടങ്ങള് ഇപ്പൊ ഒരു 50 days 60 days ഇട്ടാലും വിനീത് എപ്പോ ഒരു 10-15 ദിവസം മുമ്പ് തീർക്കാൻ നോക്കും. പുള്ളിയുടെ ഒരു എഫേർട്ട് എടുക്കും, ഒരു നിമിഷം പോലും കളയത്തില്ല. ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാരും അതൊന്ന് ഒരുമിച്ച് എത്തിക്കുക. അതാ പറഞ്ഞ പ്രൊഡ്യൂസർ ഡയറക്ടർ വിചാരിച്ച വേണമെങ്കിൽ ഒരു ഫുൾ കുറുന്ന അവര് രണ്ടുപേരും ആദ്യം 6 മണിക്ക് വന്ന മറ്റേ സെറ്റിൽ വന്ന പിന്നെ എല്ലാവരും വന്നാലേ പറ്റത്തുള്ളൂ. പിന്നെ അതേപോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. എന്നാ പിന്നെ അത് അല്ലെങ്കിൽ സിനിമ എവിടെ വേണമെങ്കിലും പോകും ചേച്ചി. ഇപ്പത്തെ കോസ്റ്റ് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കോസ്റ്റിലാണ് പോയി നിൽക്കുന്നത്. അല്ല, ശരിക്കും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ ഒരു ഫിലിം ഇല്ലേ, അത് ശരിക്കും റിയാലിറ്റി ആണോ ഇപ്പത്തെ ഫിലിമുമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ? ആണോ? ഏതാ ഡയറക്ടർ പ്രൊഡ്യൂസർ ശരിക്കും ഒരു നമ്മൾ കണ്ട ഒരു ഇപ്പത്തെ ഫിലിം വേൾഡ് ആണോ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടത്? അങ്ങനത്തെ ഇമോഷൻസ്, ഫ്രണ്ട്ഷിപ്പിലെ പിണക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുമല്ലോ, ഹ്യൂമൻ ഇമോഷൻസ് എല്ലാം. അല്ല, ആക്ച്വലി ഒരു ആക്ട്രസ് ഷൂട്ടിംഗ് സ്ഥലം ഇതൊക്കെ നമ്മൾ പ്രേക്ഷകർ കാണുന്ന ഫസ്റ്റ് ടൈം ആണ് ആ വർഷങ്ങൾക്ക് ശേഷം ഫിലിം എന്ന് പറയുമ്പോൾ. അപ്പൊ അതിനകത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുന്നത് എന്നുള്ള ഒരു വിഷ്വലൈസ് നമ്മുടെ പ്രേക്ഷകർ കിട്ടും. മാറിയിട്ടുണ്ടാവും ഇപ്പം അതിന്റെ ഒരു വിഷ്വൽ ഇതാ പറയുന്നെങ്കിൽ, പക്ഷെ അതിലെ അവസ്ഥകളൊക്കെ ഇപ്പോഴും. ഇപ്പൊ ഡയറക്ടർ പ്രൊഡ്യൂസർ ഇപ്പൊ ധ്യാനും അജുവും ചെയ്ത റോളുണ്ട് ആ പടത്തിൽ. അപ്പം ഷൂട്ടിംഗ് സെറ്റിൽ നമ്മൾ മൂന്നാർ ചെയ്തുകൊണ്ടിരുന്നല്ലോ. അപ്പം ഇത് കഴിഞ്ഞ് എനിക്ക് ധ്യാനം ഓർമ്മയുണ്ട്. ധ്യാൻ ഇങ്ങനെ നോയിക്കൊണ്ടിരുന്നു. ഇപ്പം കുറച്ചു നേരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പം നമ്മളവിടെ ഞാൻ നമ്മൾ ഷൂട്ടുണ്ട്, അതിനനുസരിച്ച് ടേബിൾ ടെന്നീസ് കളിച്ച ഓർമ്മയില്ലേ. അപ്പം അങ്ങനെ അവൻ അങ്ങനെ ഇമോഷനാവും അങ്ങനെ ഒന്നും പറയാത്ത ധ്യാനം. കുറച്ച് അളിയാ എനിക്ക് ലവ് ആക്ഷൻ ഡ്രാമ ഓർമ്മ വരുന്നു. നമ്മൾ ഷൂട്ടൊക്കെ ചെയ്ത സമയത്ത് കുറേ പൈസ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ സ്ട്രഗിൾ ചെയ്തതും കാര്യങ്ങളെല്ലാം. ഞങ്ങൾ ആദ്യം ഗ്രീൻ പാർക്ക് അറിയില്ലേ, ചെന്നൈ, മദ്രാസിലെ. അപ്പോൾ ഗ്രീൻ പാർക്കിലായിരുന്നു ഫസ്റ്റ് സ്കെഡ്യൂൾ. ചെന്നൈ റിച്ച് ടൈമല്ലേ, കാശ് ഇഷ്ടം പോലെ, ഏത് ഇച്ചിരിയുള്ള കാശ്. അപ്പോൾ അവിടെ കൊടുക്ക്, ഇവിടെ കൊടുക്ക്, എല്ലാം കൊടുക്ക്, ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട. അടുത്ത സ്കെഡ്യൂൾ വീണ്ടും വന്നു കേട്ടോ. എൻ്റെ നേരെ ഓപ്പോസിറ്റ് മൗര്യ എന്ന് പറഞ്ഞുണ്ട്, ഞങ്ങൾക്ക് അവിടെ എഴുതി. അപ്പോൾ അന്ന് ലാസ്റ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ആയപ്പം ഞാനും ധ്യാനും അജും മാത്രമായിരുന്നു ഒരു ചെറിയ റൂമിലെല്ലാം ഇരുന്നെന്ന് വെച്ചാൽ വെളിയിൽ നോക്കുമ്പോൾ ഇവര് പിന്നെ വന്നപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഒരു Airbnb പോലെ ഒരു വീട് കിട്ടില്ലേ, അപ്പാർട്ട്മെന്റ്, അതുപോലെ. അപ്പൊ അന്നത്തെ ഒരു സിനിമ ഇറക്കാനുള്ള സ്ട്രഗിൾസ് നമ്മളെല്ലാം ഒരുമിച്ചായിരുന്നു. അപ്പം വർഷങ്ങൾക്ക് ശേഷം ഒരു സമയത്ത് ഇങ്ങനെ പോണുണ്ട് ആ പടത്തിൽ ഇത്. അപ്പൊ അത് ഭയങ്കര സിമിലർ ആയിട്ട് തോന്നി. പിന്നെ ചേച്ചി വർഷങ്ങൾക്ക് ശേഷം പോലത്തെ ഒരു പടം എനിക്കും ആ സിനിമയ്ക്ക് ശരിക്കും ചെയ്ത പോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് എനിക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത്. കാരണം ഇവരെല്ലാം കൊണ്ടുവരണമെങ്കിൽ കോടികൾ കൊണ്ടുവരണമല്ലോ. പക്ഷെ എല്ലാവരും ഫ്ലെക്സിബിൾ ആയിട്ട് ആ പടം എനിക്ക് ചെയ്തു തന്നത്. അതുകൊണ്ടാണ് ആക്ച്വലി. അടുത്തിപ്പം ഒരു തമിഴിലൊരു ക്യാരക്ടർ ചെയ്തപ്പോൾ അപ്പം ഈ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ടോപ്പിക് വന്നു. അപ്പൊ അവര് ഇവിടെ നമുക്ക് ട്രോള് കിട്ടിയിരുന്നു ഒരുപാട്. അപ്പൊ അവരെന്നോട് പറഞ്ഞു അവിടുത്തെ ഹീറോ അപ്കമിങ് റിയോ കുറെ പടം ഇപ്പൊ ഹിറ്റാ. അപ്പൊ ലോകേഷിന്റെ അസോസിയേറ്റാ
അതിന്റെ ഡയറക്ടർ. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ട്രോൾ ചെയ്യുന്ന അടുത്ത് പറ ഇത് ഞങ്ങൾക്ക് വേണ്ടി എടുത്ത പടമാണ്, ബിക്കോസ് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. ശരിക്കും എന്താ അറിയോ, പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആ സിനിമ കാണുമ്പോഴത്തേക്ക് റിലേറ്റ് ചെയ്തത് ഇപ്പൊ സിനിമ ഇങ്ങനെയാണ്, പണ്ട് ഇങ്ങനെ ആയിരുന്നു, ഇപ്പൊ ഇങ്ങനെയാണ്, കാലഘട്ടമോ കാലഘട്ടത്തിന് ചേഞ്ച്. അതാ ഞാൻ ചോദിച്ചത്, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നല്ലേ, അപ്പൊ ഇപ്പൊ സിനിമ ഇങ്ങനെയാണോ, അതാണോ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇവൻ നിവിന്റെ ക്യാരക്ടർ ഉൾപ്പെടെ ഞാൻ ചോദിച്ചത്. അത് നല്ല രസമുള്ള ക്യാരക്ടർ. എനിക്ക് അത് വിനീതിന് മസ്റ്റ് ആയിരുന്നു, അത് നിവിൻ തന്നെ ചെയ്യണം. നിവിൻ ഇല്ലെങ്കിൽ എനിക്കൊന്ന് വിനീത് ഒരു ഇതുവരെ ഡയലോഗ്സ് കുറച്ചൊക്കെ മാറ്റിയാണ്. പക്ഷെ അത് ആ റോള് നിവിന്റെ ഒരു ടൈലർ മെയ്ഡ് ഇതായിരുന്നു. കാരണം നിവിൻ ഇങ്ങനെ തിയേറ്ററിൽ ആ സമയത്ത് വന്നോട്ട് ഈ അടുത്തിപ്പം അവാർഡ് ഉണ്ടായിരുന്നു സർവ്വമായക്ക്. അപ്പൊ ബാക്ക് ഇതില് സ്ക്രീനില് ഈ ഡയലോഗ് ഫുൾ പ്ലേ ചെയ്തു നിവിന്റെ. അതിൽ ഏറ്റവും കൂടുതൽ കൈയടിച്ചത് അവന്റെ മകൻ ഇവന്റെ മകൻ. ഡയലോഗ് ഞങ്ങളൊക്കെ ഇത് ഷൂട്ട് ചെയ്യണ സമയത്ത് ഞാനും വിനീതും എല്ലാം ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മളെ അവന്റെ മകൻ വിനീത് ഒരാളുടെ മകൻ, പ്രണവ് വേറൊരാളുടെ മകൻ, ധ്യാനും അപ്പൊ എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചിങ്ങനെ കുറച്ച് ഒച്ചത്തില് ഇമോഷണൽ ആയിട്ട് നോക്കിയിട്ടൊരു സെൽഫ് ട്രോളാണുള്ളത്. വിനീത് തന്നെ എഴുതി സ്വയം കളിയാക്കുകയല്ലേ. പക്ഷെ അതൊക്കെ എന്താ അറിയോ, നാട്ടുകാരെ പ്രേക്ഷകരുമായിട്ടില്ലേ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി.